നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. വഖഫ് വിഷയം ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിച്ചതാണ്. കണ്ണൂർ തളിപ്പറമ്പിലും ഫാറൂഖ് കോളേജിലും വിഷയം പുകയുന്നുണ്ട്. ഏതായാലും വിഷയത്തിൽ, അതായത് വഖഫ് ഭൂമി കയ്യേറ്റത്തിൽ മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുശാവറ അംഗം ഉമർ ഫൈസി മുക്കം രംഗത്തെത്തിയിരിക്കുകയാണ്. മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ പലയിടത്തും വഖഫ് സ്വത്തുക്കൾ കയ്യേറിയിട്ടുണ്ടെന്നും തളിപ്പറമ്പ് ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ തളിപ്പറമ്പ് വിഷയത്തെക്കുറിച്ച് പറയാം. തളിപ്പറമ്പിലും പരിസരത്തുമായി ഏകദേശം 250 ഏക്കറിലധികം വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. വഖഫ് രജിസ്റ്റർ പ്രകാരം ഈ മേഖലയിൽ ബോർഡിന്റെ കൈവശം 339.17 ഏക്കർ ഭൂമിയാണുള്ളത്. എന്നാൽ നിലവിലെ മാനേജ് കമ്മിറ്റിയുടെ കൈവശം 82.72 ഏക്കർ മാത്രമാണുള്ളത്. കണക്കുകളിലെ വ്യത്യാസം മാത്രം 250 ഏക്കറിലധികം വരുമെന്നാണ് റിപ്പോർട്ട്. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിന്റെ 25 ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയാണ് ചർച്ചകൾ പുതിയ തലത്തിലേക്ക് നീങ്ങിയത്. വഖഫ് സംരക്ഷണ സമിതിയുടെ കണക്കനുസരിച്ച് സയ്യിദ് സഗർ, ഫാറൂഖ് നഗർ, മന്ന, കരിമ്പത്തുവിലെ അണ്ടകല, സാധുമുട്ടി എന്നീ പ്രദേശങ്ങളിലാണ് വഖഫ് ഭൂമികൾ ഉള്ളത്. തളിപ്പറമ്പ് മുനിസിപ്പൽ ഓഫീസ്, തളിപ്പറമ്പ് സഹകരണ ആശുപത്രി തുടങ്ങിയവയും തർക്കഭൂമിയിൽ നൂറുകണക്കിന് വീടുകളും സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങളും ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നതും വഖഫ് ഭൂമിയിലാണെന്ന് ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടുന്നു. ഭൂമിയുടെ അവകാശം തിരിച്ചുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ശക്തമാക്കാനാണ് വഖഫ് സംരക്ഷണ സമിതിയുടെ തീരുമാനം. തർക്കഭൂമിയുമായി ബന്ധപ്പെട്ട് 2022 വഖഫ് സംരക്ഷണ സമിതി സമർപ്പിച്ച പരാതിയിൽ വഖഫ് ബോർഡ് ഭൂമി സംബന്ധിച്ച പരിശോധന നടത്തിയിരുന്നു. സമിതി റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഫാറൂഖ് കോളേജ് പരിസരത്ത് വഖഫ് സംരക്ഷണ സമിതി നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ദീനിന്റെ സ്വത്ത് പലരും സ്വന്തമാക്കിയിട്ടുണ്ടെന്നും ഇതൊക്കെ മൂടിവെക്കാനാണോ രാഷ്ട്രീയ നേതാക്കൾ അരമന കയറി നടക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സമസ്ത പറയുമ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊള്ളുന്നുണ്ടാവും. അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. മുനമ്പം വഖഫ് ഭൂമിയല്ലെന്ന് ഫാറൂഖ് കോളേജും പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നത് മാന്യന്മാർക്ക് ചേർന്നതല്ല. വഖഫ് ഭൂമിയല്ല എന്ന നിലപാട് ഫാറൂഖ് കോളേജ് തിരുത്തണം. തെറ്റുപറ്റിയാൽ സമ്മതിക്കണം. അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ നാട്ടുകാർ ഇടപെടും. പരിഹാരം സർക്കാരുമായി ആലോചിക്കണം. ഫാറൂഖ് കോളേജ് നടത്താൻ കമ്മിറ്റി യോഗ്യരല്ല. വഖഫ് വിറ്റ് മുടിച്ചവർക്ക് യോഗ്യതയില്ല. വിറ്റതാണെങ്കിൽ പകരം ഭൂമി കണ്ടെത്തി അവിടെ ഉള്ളവരെ മാറ്റി പാർപ്പിക്കണം. മുനമ്പത്തുള്ളവരെ റോഡിലേക്ക് ഇറക്കി വിടരുത്. നഷ്ടപരിഹാരം നൽകി പരിഹരിക്കണമെന്നും ഉമർ ഫൈസി മുക്കം കൂട്ടിച്ചേർത്തു. അവിടെ പാവപ്പെട്ട കുറെ കുടിയേറ്റക്കാരുണ്ട്. അതായത് പൈസ കൊടുത്തു വാങ്ങിയവരും അല്ലാത്തവരുമുണ്ട്. അവിടെ 60ഓളം റിസോർട്ടുകാരുമുണ്ട്. അവരാണ് നാട്ടുകാരെ സമരത്തിനിറക്കിയത്. രാഷ്ട്രീയക്കാർ അവിടെ പോയി എന്തെങ്കിലും പറഞ്ഞാൽ കുറെ വോട്ട് കിട്ടും. അതിനുവേണ്ടി കണ്ണീരൊലിപ്പിക്കുകയാണ് അവർ. കോളേജ് കമ്മിറ്റിയോട് നഷ്ടപരിഹാരം വാങ്ങി അവരെ മറ്റൊരു സ്ഥലത്തേക്ക് കുടിയിരുത്തണം. വഖഫ് ഭൂമി ഒഴിഞ്ഞു കൊടുക്കണമെന്നും ഉമർ ഫൈസി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.